ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് സ്റ്റഡി വ്ളോഗായിട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ഗ്രാമർ പഠിക്കുന്നത്. ഇത് ഞാൻ പഠിച്ചത് തന്നെയാണ്, ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്യുന്നുള്ളൂ. വീഡിയോസൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. അപ്പോൾ കുറേ എടുത്ത് വെച്ചിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അത്ര വ്യർത്ഥമായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇടാം. അപ്പോൾ ഇന്ന് ഞാനിത് എന്തായാലും ഇടും എന്നുള്ള രീതിയിൽ തന്നെ എടുത്തത്. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഇത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു. എന്നെ പറഞ്ഞു വന്നാൽ നമ്മൾ റൈറ്റിങ് കഴിഞ്ഞു. എന്താ ഇപ്പോഴും ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കണുള്ളൂ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഞാൻ ഇപ്പോൾ റൈറ്റിങ് തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊക്കെ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ ഡ്രോയിങ് ചെയ്തിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ ഇതായിരുന്നു അത്. ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഗ്ലൂ കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഊരി പോരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. റെഡി ആവില്ല വിചാരിച്ച് വരച്ചതാണ്, പക്ഷേ റെഡിയായപ്പോൾ ഞാൻ എന്താക്കി കളറൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഇതുപോലത്തെ ഡ്രോയിങ്സൊക്കെ ഞാൻ ഫയൽസിലാണ് വെക്കാറ്. പക്ഷേ ഫയൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്കെച്ച് ബുക്കിലൊക്കെ ഒട്ടിച്ച് വെക്കൽ. ഇതാണ് ഇപ്പോൾ എൻ്റെ സ്കെച്ച് ബുക്ക്. ഞാനൊന്നും ഡെക്കറേറ്റ് ചെയ്തൊന്നും സ്കെച്ച് ബുക്കാക്കിയെന്നുള്ളൂ. പിന്നെ ജേർണലിങ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെയ്തപ്പോൾ അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായി തോന്നി. അപ്പം ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുണ്ടാവും, ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് ഞാൻ ഒട്ടിച്ചതാണ് അത് പറഞ്ഞു പോകുന്നത്. എല്ലാവരും ഞാൻ ഇതുപോലത്തെ ഡബിൾ സൈഡ് ടാപ്പ് അല്ല കേട്ടോ യൂസ് ചെയ്യൽ, ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യൽ. പിന്നെ ഇതുപോലത്തെ ഒരു പിക്ചർ ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിരുന്നു. അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുപോലെ കുറച്ച് കോട്ട്സൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ചു, ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ചു. വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ റെഡി ആവില്ല, പക്ഷേ ഇതിങ്ങനെ റെഡി ആയി കിട്ടി. പിന്നെ ഇതുപോലത്തെ ഞാൻ ഒരു സ്ക്വയർ ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് എടുത്തു. അതേപോലെ ഗ്ലൂ ആയിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു. ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീഡിയോ എടുക്കുമ്പോൾ കൊള്ളാവലുണ്ട്. ഇതെന്തായാലും റെഡിയായി. പിന്നെ ഞാൻ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുന്നു. ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ പഠിക്കാനിരുന്നു വെച്ചാൽ അത്ര ഇതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കി വെക്കണം. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇതും ഞാൻ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ഇതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റാണ് ഇനി പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ 1 day ഞാൻ 3 പഠിക്കാറുണ്ട്. ഞാൻ കൂടുതലായിട്ട് GK ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ നോക്കി വെക്കാറ്. GK ക്വസ്റ്റ്യൻസ് വേറെ സൈഡിലും ഉണ്ട്. ഇതിൽ GK ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഞാൻ നോക്കാറ്. ഇത് ഞാൻ ഇപ്പം നോക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്നും പഠിക്കുകയാണെങ്കിൽ കുറച്ച് കുറേയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ GK ക്വസ്റ്റ്യൻസ് അല്ല പഠിക്കുന്നത്, ഇതുപോലത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഞാൻ പഠിക്കുന്നത്. ഞാൻ ഡെയിലി ഇത് പഠിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ GK ക്വസ്റ്റ്യൻസൊക്കെ ഒരു ദിവസം 3 പഠിച്ചാൽ അടുത്ത ദിവസം 3 തന്നെ റെഫർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. എനിക്ക് ആവശ്യമുള്ള ജേർണൽ ബുക്ക്, സ്ക്രാപ്പ് ബുക്ക്, പിന്നെ ഈ സ്റ്റഡി ബുക്സ്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എന്താക്കും പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പെട്ടിയിലാണ് ഇട്ടേക്കൽ. ഇതുപോലെ പെട്ടിയിട്ടൊക്കെ പെട്ടെന്ന് നമുക്കത് പിക്ക് ചെയ്ത് വെക്കാം. അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടിയിലൊക്കെ ഇട്ട് വെക്കും. പിന്നെ വെച്ചാൽ ഇതാ ഞാനൊരു ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് തന്നു, ഓറിയോ മോളുടെ ടേസ്റ്റാണിത്. പിന്നെ ഞാൻ ഇതാണ് മിനി. ഇതിൽ ഞാനങ്ങനെ എഴുതാറൊന്നുമില്ല. ക്യൂട്ടാണ്, നല്ല ക്യൂട്ട് ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിരിക്കണം. പിന്നെ ഇതുപോലത്തെ ഇതിലുള്ള ബണ്ണി ഒക്കെ ഞാൻ തന്നെ വരച്ചത്. പിന്നെ അത് ഹോട്ട് കണ്ണുകൊണ്ട് കുറച്ച് ഗ്ലൂ ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ അത്. പിന്നെ ഇതുപോലത്തെ ഇതാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്കൊന്നും ഇതാവുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.